ദൈവനാമത്തിന്റെ മഹത്വം. എൻ്റെ ഭാവനയുടെ പേര് പക്ഷികളുടെ സാക്ഷ്യം. ഇന്ന് 2 വ്യക്തി ജീവിതങ്ങളുടെ സാക്ഷ്യമാണ് എൻ്റെ ഭാവന. അവരുടെ പേരുകൾ കാക്ക, പ്രാവ്. ആദ്യമായി കാക്ക നിങ്ങളോട് സാക്ഷ്യം അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാക്ക. ചിലർ എന്നെ കൊതിയനെന്നും ഒക്കെ പറയും. എന്തായാലും പേരുകളെല്ലാം മനുഷ്യർ തരുന്നതല്ലേ. എനിക്ക് പറയാൻ പാരമ്പര്യമുണ്ട്, എങ്കിലും എന്ത് പറയാനാ, എന്റെ സ്വഭാവം അത്ര നന്ന് അല്ലായിരുന്നു. ദൈവം നല്ല കാര്യങ്ങൾക്കായി തന്റെ കൽപ്പനയാൽ സൃഷ്ടിച്ചതാണ്. വർദ്ധിച്ചു പെരുമാൻ തക്കവണ്ണം അനുഗ്രഹിക്കുകയും ചെയ്തു. നല്ലത് എന്ന് കണ്ടവരിൽ ഒരാൾ ആയിരുന്നു ഞാനും. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാകാം, എങ്കിലും ആ ശക്തി ഉളവായി. ഭൂമിയിൽ പാപം പെരുകിയപ്പോൾ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നല്ലവരായ ചിലരോട് കൂടെ എന്നെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. ദൈവം രക്ഷിച്ചപ്പോഴെങ്കിലും എന്റെ സ്വഭാവത്തിന് അല്പം മാറ്റം വരുത്താമായിരുന്നു. ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ തീരുമാനിച്ചതുമാണ്. എന്റെ തീരുമാനവും പ്രതിഷ്ഠയും ഒക്കെ കണ്ടിട്ടാവാം എന്റെ യജമാനൻ കാര്യങ്ങളുടെ ചില വിവരങ്ങൾ ശേഖരിക്കാൻ എന്നെ പറഞ്ഞയച്ചത്. ഞാൻ നല്ല തീരുമാനത്തോടെയാണ് യാത്ര പുറപ്പെട്ടത്. എങ്കിലും അശുദ്ധിയിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞു. യജമാനൻ ഏൽപ്പിച്ച കാര്യമൊന്നും ഞാൻ ചെയ്തില്ല. ഇതുകൊണ്ടായിരിക്കാം എന്നെ ആർക്കും ഇഷ്ടമില്ലാതെയായി. അന്ന് തൊട്ട് ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണമേ, തലമുറകളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. പിന്നീട് പിൻതലമുറയിലെ ഒന്നിനെ ഒരു വലിയ ഭക്തന്റെ വിശപ്പ് അകറ്റാനായി ഉപയോഗിച്ചു. മാത്രമല്ല അവർക്ക് അന്നുള്ള ആഹാരം കൊടുക്കണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അത് കൊടുക്കാൻ സഹായിച്ചു. നിർത്തട്ടെ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്തതായി മറ്റൊരു സാക്ഷ്യം കേൾക്കാം. ഇത് പ്രാവിന്റെയാണ്. യഹോവ ശാലേ. ബ്രദർ കാക്കയുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ബ്രദർ പറഞ്ഞതുപോലെ എല്ലാം സത്യമാണ്. അന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും എന്റെ കുടുംബവും ഉണ്ടായിരുന്നു. ബ്രദർ കാക്ക പോയ ആ സ്ഥലത്തേക്ക് യജമാനൻ എന്നെ നിയോഗിച്ചു. യജമാനൻ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വിശ്വസ്തയോടെ ചെയ്തു. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ എല്ലാ കാലഘട്ടത്തിലും വളരെ സഹിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് എന്നെയും കുടുംബത്തെയും കുലത്തെയും മുഴുവനായി പാപം ചെയ്യുന്ന മനുഷ്യന്റെ ശുദ്ധീകരണത്തിനായി സമർപ്പിക്കേണ്ടി വന്നു. ചില മനുഷ്യരുടെ ശുദ്ധീകരണത്തിന്റെ രക്തം ഞങ്ങളുടെ മേൽ തളിച്ച് ഞങ്ങളെ അങ്ങ് വിടും. എന്നാൽ ഈ രക്തത്തിന്റെ മണം ഏറ്റാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഞങ്ങളെ അടുപ്പിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അത് വലിയൊരു വേദനയാണ്. ആ സമയത്ത് എവിടെയെങ്കിലും പാറയുടെ പിളർപ്പിലോ കടത്തൂക്കിന്റെ മറവിലോ ആരും കാണാതെ ഒറ്റയ്ക്ക് കരയേണ്ടി വരും. എന്നാലും അവിടെയും ഞങ്ങളെ കാണുന്ന കണ്ണുകളുണ്ട്. എങ്കിലും ഞങ്ങൾ എല്ലാം സഹിക്കും. ഇതെല്ലാം സഹിച്ചതുകൊണ്ട് ഒരു മഹാഭാഗ്യം കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവത്തിൽ നിന്ന് നിഷ്കളങ്കർ എന്ന സാക്ഷ്യവും നമ്മുടെ കർത്താവും സ്നാനമേറ്റ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ രൂപത്തിലാണ് ഇറങ്ങി വന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു അതിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ സഹിക്കേണ്ടി വരും. ദൈവനാമ മഹത്വത്തിനായി നമ്മളെ ഏൽപ്പിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നാം കാണുക തന്നെ ചെയ്യും. ഈ ഭാവനയോടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.